മൃദുല, നടപടികൾ നമ്മൾ നിരന്തരം ആവശ്യപ്പെടാറുണ്ട്. ഓരോ സംഭവം വരുമ്പോഴും ഇത്തരത്തിലുള്ള നടപടികൾ ആവശ്യപ്പെടുമ്പോഴും ആ നടപടികൾ ഇല്ലായ്മയാണോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ കാരണം? അങ്ങനെയല്ല. ഒന്നാമത്തെ കാര്യം, ഈ കേരളത്തിനകത്ത് ജാതി ഉണ്ടെന്നുള്ളത് ഈ നമ്മുടെ സർക്കാരിന് മാറി മാറി വന്ന ഒരു സർക്കാരിനും തന്നെ അറിയുന്നില്ല. ഞാനിപ്പോ കേട്ട പ്രതികരണം കൂടി കേട്ടപ്പോഴേ എനിക്കത് സംശയം വീണ്ടും ബലപ്പെടുന്നു. തേങ്കുറിശ്ശിയിലെ അനീഷാണ് ലാസ്റ്റ് അതിന് ജാതി കൊലയുടെ ഇരയാകുന്നത്. അതിനു മുൻപ് ആതിര എന്ന പെൺകുട്ടി ഉണ്ടാകുന്നുണ്ട്. അതിനു മുൻപ് കെവിൻ ഉണ്ടാകുന്നുണ്ട്. ഇത് 2018 തൊട്ട് ഇതിങ്ങനെ ഒരു റണ്ണിംഗ് കമന്ററി പോലെ ഇത് തുടരുന്ന ഒരു സംഭവമാണ്. പക്ഷെ കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ ഉണ്ടാകുമോ എന്നാണ് ജനപ്രതിനിധികൾക്ക് പോലും സംശയം. പക്ഷെ അതിൽ ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ ഭാഗത്ത് തുടങ്ങാം. 2010 ശേഷം നല്ലൊരു കുത്തൊഴുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന്, മാധ്യമ സമൂഹത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്. അക്കാഡമിക് തലത്തിലേക്ക് ഇവരെത്തുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ പറഞ്ഞ വലിയ വലിയ പലിശക്കാരെയൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും അവരവരുടെ പാഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ കൂലിവേല ചെയ്തും കഷ്ടപ്പെട്ടും ഈ പിള്ളേർ തന്നെ നേരത്തെ ഈ പാർട്ട് ടൈം സർവീസ് ജോലിയൊക്കെ ചെയ്തുണ്ടാക്കിയ പൈസയും അവരുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളും പണിയെടുത്തൊക്കെ ആയിരിക്കും പലപ്പോഴും പോകുന്നത്. ചെറിയ സർക്കാർ സർവീസിലെ ജോലിയൊക്കെ അവർ ഇതിനുപയോഗിച്ച് ഇവർ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ വലിയൊരു എമൗണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ ഇന്നത്തെ കാലത്ത് ജാതി വർക്ക് ചെയ്യുന്നത് സോഷ്യൽ ആൻസൈറ്റിയിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ സോഷ്യൽ ആൻസൈറ്റിയെ പരിശോധിക്കുവാനുള്ള ടാലന്റുള്ള ഒരു അധ്യാപകർ പോലും കേരളത്തിലില്ല എന്ന് ഞാൻ ആ അധ്യാപക സമൂഹത്തെ ചാലഞ്ച് ചെയ്തുകൊണ്ട് പറയുന്നു. അറിയില്ല, ഇവരെ ഒരു 9 മാസത്തെങ്കിലും പല ഇൻ സർവീസ് കോഴ്സുകളെ, റിഫ്രഷർ കോഴ്സുകളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. കാസ്റ്റ് അഡ്രസ് ചെയ്യാനുള്ള, സോഷ്യൽ ആൻസൈറ്റി അഡ്രസ് ചെയ്യാനുള്ള കോഴ്സ് ഇവർക്ക് പഠിപ്പിക്കണം. അത് അക്കാഡമിക് തലത്തിലുള്ള മാർജിനലൈസ്ഡ് സമൂഹത്തിൽ നിന്നുള്ള അത്തരം അവബോധമുള്ള, അതായത് പപ്പറ്റുകളല്ലാത്ത ഈ മാർജിനലൈസ്ഡ് സമൂഹത്തിൽ നിന്നുള്ള ആളുകളെ കൊണ്ട് ഇവർക്ക് അതിനുള്ള പരിശീലനം ഈ അധ്യാപകർക്ക് കൊടുത്തില്ലെങ്കിൽ ഈ അധ്യാപകർ കുഞ്ഞുങ്ങളെ ഇനിയും നിഷ്ഠൂരമായിട്ട് കൊന്നുകളയും. അത് ഇപ്പൊ ഈ ഘട്ടമില്ലേ, ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഘട്ടമായതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം ഒരാൾ പോലും ഏറ്റെടുക്കുകയല്ല. ഈ കുട്ടിയുടെ തലയിലോട്ട് അക്കാഡമിക് പ്രഷറൊന്നോ പ്രണയ നൈരാശ്യമൊന്നും കൊണ്ടുവരും, ഈ കുട്ടിയുടെ കൊണ്ടുവരികയും ചെയ്യും. താങ്ക് യു മൃദുല, താങ്കളുടെ പ്രതികരണത്തിന്.